CM വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഓവർ.
ആ ഇരുന്നോ താൻ എന്ത് പോക്കിരിത്തരോടെ കാണിച്ച് ആ കൊലയാളി രക്ഷപ്പെടാൻ വിട്ടു അല്ലേ? സാർ എന്തൊക്കെയാ പറഞ്ഞത്? മലയാളം MA LA YA LA എന്തേ ബോധിച്ചില്ലേ? ഇഡിയോട്ടിക്. സെക്യൂരിറ്റി ലാബ്സ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുക വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ. സെക്യൂരിറ്റി ലാബ്സോ? പെരുമാളിന്റെ ബ്രില്യൻസ് ഇല്ലായിരുന്നെങ്കിൽ CMന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവന്റെ ഒരു ബ്രില്യൻസ് കടം വാങ്ങിയ ബുദ്ധിയാ മാഷേ. പല സ്റ്റേറ്റിലും VVIPസിന്റെ കാര്യത്തിൽ ആളെ മാറ്റലും കാർ മാറ്റലും ഒക്കെ നടന്നിട്ടുണ്ട്. ആന്ധ്രയിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പുകാർ അന്നത്തെ CMനെ തട്ടാൻ വേണ്ടി തിരുപ്പതിയിൽ മൈൻ വെച്ചില്ലേ? അയാളുടെ ഭാഗ്യം ലാസ്റ്റ് മൂമെന്റിൽ കാർ മാറി. അതും ഇയാളുടെ ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണോ? കയ്യിൽ പഴം പോലെ കിട്ടിയ ഒരുത്തനെ ഇവൻ വിട്ടുകളഞ്ഞില്ലേ? ഞാൻ ചോദിച്ചതേ ആ ലാബ്സിനെ കുറിച്ചാ. എനിക്ക് സംശയമുണ്ട് ഇത് ഒരു ഒത്തുകളിയാണോന്ന്. ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇവൻ മാത്രം കൊലയാളിയെ കാണുക, ഒറ്റയ്ക്ക് ഫോളോ ചെയ്യുക, തുടർന്ന് കുറെ നേരത്തേക്ക് രണ്ടുപേരും മിസ്സിംഗ്. ആ മിസ്സിംഗിനിടയിൽ എന്താണ് സംഭവിച്ചത്? എന്ത് ഡീലാണ് നടന്നത്? എത്ര കോടിയാണ് കൈമാറിയത്? സർ, ഞാൻ പോകുന്നു. പ്ലീസ്. നീ പോടാ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പീറ്റർ. യു ആർ ആൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഇതുപോലെ ലക്കും ലഗാനും ഇല്ലാമ സംസാരിക്കരുത്. തനക്ക് എന്തറിയാ ആളെ കുറിച്ച്? പറ എന്തറിയാ? ഞാൻ അല്ലടോ കോപ്പ ഇതൊക്കെ പറയണത്. പാർട്ടിക്കകത്ത് പലരുടെ അഭിപ്രായങ്ങളാ. അതൊക്കെ ഞാൻ അന്വേഷിക്കാത്ത എന്താണെന്നാണ് അവന്മാർ എന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്വേഷിക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ അവനോട് റാം പറഞ്ഞുകൊണ്ട് നിൽക്കണോ? എങ്ങനെ വേണേലും അന്വേഷിച്ചു. വേണ്ടാണ് ആർ പറഞ്ഞു? പാർട്ടിയിലുള്ള പലരും പറഞ്ഞു എന്നുള്ളത് സാറിന്റെ പുളുപടി. അതിന് പകരം പാർട്ടിയിലുള്ള പലരോടും സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ യോജിക്കും. അതെ അങ്ങനെ തന്നെ. ഇനിയാണെങ്കിൽ താൻ എന്ത് ചെയ്യൂ? പ്ലീസ്, ചായ കുടിക്കാനും കശുവണ്ടി തിന്നാനും മാത്രമുള്ള വെറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പോലെ ആവരുത് ഇതും. ഒരു മനുഷ്യന്റെ ജീവനെ പണയം വെച്ചാൽ നിങ്ങൾ ബഹളം കൂട്ടുന്നതെന്ന് ഓർക്കണം. വലിയ റാങ്കുകാർ ചെറിയ ഈഗോ കാണിക്കുന്നത് കാണുമ്പോ വല്ലാതെ ഡിസ്റ്റർബിംഗ് ആണ്. വെരി മച്ച് ഡിസ്റ്റർബിംഗ്. എല്ലായിടത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് ഞാനും മടുത്തു. എവിടെ വെച്ചു? ഒരു നിമിഷം ഞാനാകെ പേടിച്ചു. സർ, ആകെ 2 കോളേജ് നമ്പറിൽ നിന്ന് പോയിട്ടുള്ളൂ. ഒന്നിത് സെക്രട്ടേറിയറ്റിലെ അന്ന് സാറ് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ. യെസ്. രണ്ടാമത്തെ നമ്പർ കണ്ണൻ ശെൽവന്റെ നമ്പരാ. അന്ന് സാർ ഒരു ലിസ്റ്റ് തന്നില്ലേ, അതിൽ ഈ കണ്ണന്റെ നമ്പറും ഉണ്ട്. അത് ഒരു പെൺകുട്ടിയുടെ പേരില്ല സർ. അതെ, റോഷ്നി ഈപ്പൻ. ഫൈനൽ ഇയർ BA സ്റ്റുഡന്റ്, വിമൻസ് കോളേജ്. ഒരു ഈപ്പന്റെ പേരും സാർ തന്ന ലിസ്റ്റിലുണ്ട്. ഷെയ്സ് റോഷ്നി, സാറൊരു പോലീസ് ഓഫീസറാ. നിന്നോടെന്താ ചോദിക്കാനുണ്ടെന്ന്? പേടിക്കാനൊന്നുമില്ല. 9388955456 റോഷിയുടെ നമ്പറല്ലേ? എന്റെ പേരില, പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. പപ്പയെ കണക്ഷൻ എടുത്തേ. പോലീസിനോട് കള്ളം പറയരുത്. ഇതൊന്നും അത്ര സീരിയസ് ആക്കണ്ട. റോഷിന് എപ്പോഴെങ്കിലും ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ഫോൺ ഉപയോഗിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇപ്പൊ ആ ഫോൺ ആരെയിലുണ്ട്? പപ്പയുടെ അടുത്ത് കാണും, എനിക്കറിയില്ല. റോഷിന്റെ പപ്പ എവിടെ ഉണ്ട് ഇപ്പോ? പപ്പ മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ വീട്ടിലുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ? പപ്പയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സ് ആരൊക്കെയാ? കണ്ണൻ അങ്കിൾ, നാരായണേട്ടൻ, സർവൻ. എനിക്ക് അത്യാവശ്യമായിട്ട് നീപ്പച്ചനെ കാണണല്ലോ. ഞാൻ പറഞ്ഞല്ലോ അച്ചായൻ പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞെന്ന്. മകളോട് ചോദിച്ചപ്പോ മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. വേലക്കാരോട് ചോദിച്ചപ്പോഴും അത് തന്നെ ചോദ്യം. ഭാര്യയുടെ അടുത്തെത്തിയപ്പോ 2 ദിവസം കൂടി. ഈപ്പച്ചനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. ഫോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ലേ? ഇല്ല. ഈ 4-5 ദിവസത്തിനിടയ്ക്ക് ഒരിക്കലും വിളിച്ചിട്ടില്ല? ഇല്ല. ഭർത്താവിനെ അച്ചായനെന്നാണോ വിളിക്കുന്നത്? അതെ. ആ മൊബൈൽ ഫോൺ ഞാൻ അതി പണിയൊന്നും എടുക്കണ്ട. എന്താ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അച്ചായൻ ഇങ്ങോട്ടും ചേച്ചി അങ്ങോട്ടും വിളിക്കാറേ ഇല്ല അല്ലേ? പറ, ഈപ്പൻ എവിടെ ഉണ്ട്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കാക്കിയിട്ടോണ്ട് വരും.
അപ്പൊ പിന്നെ ഭാഷ ഇതായിരിക്കില്ല. താക്കിയിട്ട എനിക്ക് എന്നെ തന്നെ കണ്ടുകൂടാ. പറ, ഈപ്പൻ എവിടെയുണ്ട്? ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തു പകയാ. ഇതില്ലേ ടെൻഷൻ കയറി ഞാൻ ചാവും. കണ്ണടച്ച പോലീസാ മുന്നില്. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും പോം വഴിയായിട്ട് വരും. അതുവരെ ഒന്ന് നിർത്തി കുടി, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി. വാ 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 വാ. വേണ്ട. കണ്ണടച്ചാൽ പോലീസാണ് മുന്നിൽ. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? കണ്ണടച്ചാൽ പോലീസ് മുന്നിൽ വരാൻ താൻ എന്ത് ചെയ്തു? താൻ എന്തിനാ പാത്തും പതുങ്ങിയും ജീവിക്കുന്നത്? അതുവരെ ക്ഷമിക്കുക, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി നീയാണ്. അടുത്ത ഡെഡ് ബോഡി ഇയാളാണെങ്കിൽ ആദ്യത്തെ ഡെഡ് ബോഡി ആരായിരുന്നു? ആരാ പറ. നിങ്ങളുടെ കൂട്ടത്തിൽ നാലാമത്തെ ആൾ നാരായണൻ. നാരായണൻ ഇവിടെ? അറിയില്ല. 3-4 ദിവസമായിട്ട് അയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ 3 പേരോടൊപ്പം ആണെന്നും കംപ്ലൈന്റിൽ വ്യക്തമാണ്. നിന്റെ മുഖത്തെന്താണ് ഒരു പുച്ഛം? ആരെങ്കിലും പുറകിലുണ്ടെന്നുള്ള ധൈര്യമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാൻ താനാണ്. താൻ മാത്രമല്ല, തന്റെ ഭാര്യയും മകളും. തന്റെ മോളുടെ പേരുള്ള സിം കാർഡ് ആരാ ഉപയോഗിച്ചെന്ന് തനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. പാവൻ റോഷിനി. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ കുടുങ്ങും. നിയമത്തിനൊരു ദയം ദാക്ഷിണ്യമില്ലല്ലോ. തെളിവുകൾ മുഴുവൻ ആ കുട്ടിക്കെതിരാ. ഇനി മോളെ രക്ഷിക്കാൻ
നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സാർ ഞാനെല്ലാം പറയാം. തന്ന അഡ്വാൻസ് കൂടാതെ കോൺട്രാക്റ്റിൽ പറഞ്ഞ ബാക്കി തുകയും തരാം. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ഇനി തന്നെ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. താൻ മാത്രമല്ല, ഞങ്ങളും കൊടുക്കും. പെരുമാളെന്നൊരു ഓഫീസറാ കേസ് അന്വേഷിക്കുന്നത്. അയാളോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം ഉണ്ടായിട്ടല്ല. എങ്കിലും പറയുക, അയാൾ ഉള്ളിടത്തോളം ഒന്നും നടക്കില്ല. നടക്കും. നടക്കില്ല. താൻ കൊല്ലില്ല. കൊല്ലുകയും വേണ്ട. തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു താൻ വേണ്ടെന്ന്. നിങ്ങൾക്ക് പിന്മാറാം. എന്നിട്ട് എന്തോ പുളുത്തും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു കൂവി നടക്കുന്നതല്ലാതെ നീയൊക്കെ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടുണ്ടോടാ? ഉണ്ടോ? നാരായണ, 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 ഈ പൂച്ച, നാരായണ, 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 നാരായണ. വേണ്ട, നോ, നോ, വേണ്ട, നോ, പ്ലീസ്. മറ്റു മാർഗങ്ങളൊന്നും തോന്നിയില്ല. ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് നാരായണന്റെ ബോഡി കുഴിച്ചിട്ട് സാർ. എത്ര രൂപയ്ക്കാ കില്ലറുമായിട്ട് കരാർ ഉറപ്പിച്ചത്? പറ, പറ. 3 കോടി. അതിലെത്ര കൊടുത്തത് വരെ? 1.5 കോടി. എങ്ങനെയാ അത് വീതം വെച്ചത്? ഞാനും ഈപ്പച്ചനും നാരായണേട്ടനും ചേർന്ന് പകുതി. ഇവനായിരുന്നല്ലേ അത്യാവശ്യം? എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? സിഎമ്മിനോട് ഇത്രയും വിദ്വേഷം തോന്നാൻ കാരണം എന്തുവാ? ഒന്നല്ല, പല കാരണങ്ങളുണ്ട്. തന്നോട് ചോദിച്ചോ? ചോദിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയണം. സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ സിഎം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. സിഎം എന്താ നിങ്ങളെ കെട്ടിയിട്ട് ഈർക്കിലെടുത്ത് അടിച്ചോ? വല്ലാത്ത അറപ്പോടും വെറുപ്പോടും കൂടി അദ്ദേഹം ഞങ്ങളെ കണ്ടത്. അയാൾ ജനപ്രിയ നേതാവ് തന്നെയാ, പക്ഷെ ബിസിനസ് കമ്മ്യൂണിറ്റി നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിക്കുമ്പോ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓരോ പോളിസിയും പ്രഖ്യാപനങ്ങളും ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കി. 100% പെർഫെക്റ്റ് ആയി ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ സാർ? പിന്നെ നിന്റെയൊക്കെ തോന്നിയാസത്തിന് ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമാണോ ഇത്? സത്യം, വല്ലാതെ മനസ്സ് മടുപ്പിച്ചു സാർ. പുതിയ മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹവും പാർട്ടിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും വാക്ക് വന്നിരുന്നു? ഇവിടെ അങ്ങനെ ഒരു ഉറപ്പ് മാരിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പിന് ഞങ്ങൾ ആരെയും സമീപിച്ചിരുന്നില്ല. ലഭിച്ചിരുന്ന ഉറപ്പും പിന്മലല്ലടാ നിന്റെ മുഖത്ത് കാണുന്ന ഈ അഹങ്കാരം. ഈ പറഞ്ഞതല്ലാതെ വിദ്വേഷം തോന്നാൻ മറ്റൊരു കാരണമില്ല. പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ വല്ലാതെ അപമാനിച്ചു. ഇയാളെ പുഴുത്ത ശവമാണെന്നും വൃത്തികെട്ടവനാണെന്നും പറഞ്ഞു. ആ നിമിഷം എനിക്ക് തോന്നിയതാ അയാൾ ശവമാകണമെന്ന്. ഉണ്ടായ നഷ്ടങ്ങൾ എങ്ങനെയും തിരിച്ചുപിടിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ. എവിടെയാ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ? ഒന്ന് കാണട്ടെ. കില്ലറെ ആരാ പരിചയപ്പെടുത്തിയത്? പ്രേംജിത്ത് ഭൂട്ടാനി സാർ. പ്രേംജിത്ത് ഭൂട്ടാനിയോ? അവൻ ഏത് ഭൂട്ടാനിയാടാ? ഭൂട്ടാനിൽ ഒരു ബിസിനസ്മാൻ സാർ. എന്താ കില്ലറുടെ പേര്? അറിയില്ല സാർ. ഏത് രാജ്യക്കാരനാ? അറിയില്ല. എന്തോടാ അവന്റെ ഭാഷ? ഞങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചത്. വേറെ ഭാഷകളായക്കറിയാം. നിങ്ങളെ കൂടാതെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട്? ആരുമില്ല സാർ. രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. പച്ച കള്ളവല്ലടാ നീ പറയുന്നേ? സത്യം സാർ, സത്യമാ. ആരുമില്ല സാർ. വാടക കൊലാളി ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. നാരായണേട്ടന് വെടിവെച്ചിട്ട ശേഷം നിന്നോട് ചോദിച്ചാൽ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നിനക്കല്ലേ തോന്നുന്നത്, അയാൾക്കല്ലോ? അയാൾ ഇതിനകം നാടുവിട്ട് കാണും സാർ. അങ്ങനെ തോന്നാൻ എന്നാ ഈ പച്ച കാരണം? അയാൾക്ക് ആകെയുള്ള ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾ മാത്രമായിരുന്നു. അവർ പറഞ്ഞതുപോലെ ആയാലും പോയിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിൽക്കാനുള്ള ഗട്സ് അയാൾക്ക് ഉണ്ടാവില്ലെന്നാണ്. എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഹീൽ ഗീവ് അപ്പ്. ഹലോ എനിക്കറിയോ പോലീസ് അടുത്ത് കളിക്കുന്നു. ഹലോ സാർ. സാർ, ഞാനൊരു അല്പം തിരക്കിലാണ്. എന്ത് തിരക്കാടാ നിനക്കവിടെ? ഞാൻ അറിയാതെ എന്ത് കമ്മിറ്റിയാടാ അവിടെ നടക്കണേ?
ഞാൻ വെറും ഓക്കനാണെന്നാണ് നിന്റെ വിചാരം? ഇപ്പം ഈ നിമിഷം നീ ഇവിടെ എത്തിയിരിക്കണം. സാർ അല്പം അസൗകര്യമുണ്ട്. എന്താ അസൗകര്യാടാ നിനക്ക്? അസൗകര്യം എന്താണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. എടാ പെരുമാളെ, സഖാവ് കേട്ട് കാണും എനിക്കൊരു ഇരട്ടപ്പേരുള്ളത്, സഖാവ് പീറ്റർ. രഹസ്യമായും പരസ്യമായും എന്നെ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. വിരോധമില്ല, അതൊരു അപമാനവുമല്ല. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല എന്ന് വീരവാദം മുഴക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സാർമാരുടെ പിന്നാമ്പറ കളികളാ എനിക്ക് സഹിക്കാത്തത്. സഖാവേ, ഇത് മുളയിലെ ഒന്ന് നുള്ളിക്കളയണം. കാര്യം പറ. അവൻ ആള് പാവമാ. എന്റെ കീഴിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. മിടുക്കനാ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ ആളൊരല്പം കുഴപ്പമായോ എന്നൊരു സംശയം. ചുരുക്കത്തിൽ 2 DGPമാരും കൂടെ ചേർന്ന് അവനെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാ മതി. പെരുമാള് അവനാണല്ലോ CMന്റെ സെക്യൂരിറ്റി ചാർജും അന്വേഷണമൊക്കെ. ഇപ്പം വേറൊരു പണിയും കൂടി അവൻ തുടങ്ങിയിട്ടുണ്ട്. എന്തു പണി? ഏഷണി. വെറുതെ ഓരോന്ന് സഖാക്കളെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും CMനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക. എന്തിന്റെ അസുഖമാണ് അവന്? സഖാവ് വേറെ ഒന്നും ചെയ്യണ്ട. അവനെ വിളിച്ച് ശരിക്കൊന്ന് വാൺ ചെയ്ത് വിട്ടാ മതി. പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഞാനും ഉണ്ടല്ലോ ഈ അന്വേഷണത്തിൽ. ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങരുത് എന്നുകൂടി ഒന്ന് പ്രത്യേകം പറയണം. ആ വാസുദേവ, ആ പോലീസ് ഓഫീസറല്ലേ പെരുമാള്, അയാളെ ഒന്നിങ്ങോട്ട് വിട്ടേക്ക്. ആ എനിക്കൊന്ന് കാണാനാ. അല്ല എന്നാ ഞാനങ്ങ്. താനെന്തിനു പോണം? അല്ല ഞാന് ഇരിക്കെ. എന്നാ പിന്നെ ഞാൻ ഇരിക്കെ. തനിക്ക് കേൾക്കാൻ പാടില്ലാത്തൊന്നും എനിക്ക് അയാളോട് പറയാനില്ല. അല്ല അയാൾക്ക് പറയാനുണ്ടല്ലോ. അയാളൊന്നും പറയില്ല. സഖാവേ, ഒന്ന് വളച്ചാ മതി, ഒടിക്കണ്ട. അവനാള് പെരുമാൾ സാർ കേട്ടിട്ടുണ്ട്. ഇരിക്കെ. സാർ അവിടെ പോകുന്നു. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. കുറച്ചു മുമ്പല്ലേ പോയത്? ഒന്നോടെ പോയ കള വയറ്. ഇരിക്കടോ. ആര് പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചു കേൾക്കും. മുഴുവനും കേട്ട ശേഷം ആവശ്യമെങ്കിൽ മാത്രം മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ മൗനം. പലരും എന്റെ മൗനത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദാ ഇയാളെ പോലെ. പലതും ഞാൻ അംഗീകരിക്കുകയാണെന്ന മട്ടിൽ. അല്ലേ സാറേ? സഖാവേ, തന്നെ കുറിച്ച് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു. ഒക്കെ വെറും ബെഡായിയാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. CMന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്, പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഒരേ അഭിപ്രായമായി അവതരിപ്പിക്കുന്നതിനാണ് പാർട്ടി. ഞങ്ങളുടേത് ഒരു ജനാധിപത്യ കേഡർ പാർട്ടിയാണ്. മറ്റു പാർട്ടിക്കാർ എന്ത് അഴിമതി നടത്തിയാലും ജനം പറയും അവരത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മറിച്ച് ചെറിയ വീഴ്ചകൾ മതി ഞങ്ങളുടെ ഭാഗത്ത് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടാവാൻ. ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു സത്യം. എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ഈ രാജ്യത്തുണ്ടാവില്ല. കാരണം ഞാൻ സത്യം പറയും. എന്നെ വിമർശിക്കുന്നവർക്ക് പോലും നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എന്നാലും വിമർശിക്കും. അതവരുടെ ജോലി വൃത്തിയായി ചെയ്യട്ടെ. സത്യം ആരെങ്കിലും പറയണ്ടേ? നിയമം അനുവദിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് അന്വേഷണം നടത്താം. ഇനി എന്നെ തന്നെ സംശയമുണ്ടെങ്കിൽ പോലും ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട. ഏത് അർദ്ധരാത്രിയിലും എന്നെ ചോദ്യം ചെയ്യാം. ഒരു തടസ്സമില്ല. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറയണോ? സർ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പാർട്ടിയിൽ ഇന്നത്തെ ജനറേഷൻ ജീവിതത്തിൽ ഞങ്ങളുടെ യാതനയുടെ കയ്പ് അനുഭവിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷൻ അനുഭവിച്ച കയ്പോ വേദനയോ ഞങ്ങളും അനുഭവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ത്യാഗമാണ് ഈ പാർട്ടിയുടെ ഫൗണ്ടേഷൻ. ആ ജനറേഷനിൽ പെട്ട ആളാണ് നമ്മുടെ CM. ആ സഖാവിന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. സർ, പെരുമാൾ ഒരു മിനിറ്റ്. അല്ല ഞാൻ വേണ്ടേ? വേണ്ട. പെരുമാളെ, അവിടെ എന്തേ? അയ്യോ,
എടാ നിനക്കറിയാവോ, വെറുതെ ഇരുന്ന് എന്നെ ആ സെക്രട്ടറിയാ വിളിച്ചു വരുത്തി ഓരോന്നോരോന്ന് തോണ്ടി തോണ്ടി ചോദിച്ചത്. ഞാൻ നിന്നെക്കുറിച്ച് പലതും കേമായിട്ട് പറഞ്ഞു. അതൊന്നും അയാൾ നിന്നോട് പറഞ്ഞില്ല. എന്നെ കുറിച്ച് കേമായിട്ട് പറഞ്ഞു സാറോ? സത്യം ഞാൻ പറഞ്ഞു. എടാ, എന്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ല. എന്നിട്ടാണ് ഈ കേസ് അന്വേഷണം തുടങ്ങി അന്ന് മുതൽ എന്റെ പുറകെ ചാരപ്പണിക്ക് ആളെ വിട്ടത്. ചാരപ്പണിക്ക് ആളെ വിട്ടുന്നു? നീ എന്തോന്നാ ഈ പറയുന്നേ? അതെ, നിങ്ങളുടെ കീഴിലെ SI മോഹൻ ഐസക് എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നാ അതൊന്നും തെളിയിക്കണല്ലോ. ഞാൻ അവിടെ വിളിക്കട്ടെ, നീ പോവല്ലേ? ആ പെരുമാളെ, നീ നിക്കേ. എടാ, ഈ ലൈനൊന്ന് കിട്ടിക്കോട്ടെ. പെരുമാളെ നിക്കേ. നിന്ന് SI സുനിലല്ലേ? എടാ, മോഹൻ ഐസക് എവിടെ? ലീവാന്നു? എടാ, എനിക്ക് ഇപ്പൊ തന്നെ അവനെ വേണം. അവന്റെ വീട്ടിൽ പോയി ഉടനെ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ. ഓക്കെ? ഞാൻ പറയണൊന്ന് കേക്ക്. എടാ പെരുമാളെ, നിന്നാണ് സത്യം. ഞാൻ ആരോട് സത്യമായി പറഞ്ഞിട്ടില്ല നിന്നെ ഫോളോ ചെയ്യാൻ. അല്പസ്വല്പം കുശുമ്പും കുന്നായ്മയൊക്കെ എനിക്കുണ്ട്. എന്നാലും ഈ യൂണിഫോം ഇട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂടാ. ശരി, ഞാൻ ആളൊന്ന് കണ്ടേ. അല്ല, ഒന്ന് നിന്നേ. അതെ, സെക്രട്ടറി നിന്നെ മാറ്റി നിർത്തി പറഞ്ഞത് എന്നെ കുറിച്ചാണോടാ? സാറേ, സാറിനെ മാറ്റി നിർത്തി എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് വേറെ ആരെയും കുറിച്ചായിരിക്കില്ലല്ലോ. കർത്താവേ, കുഴഞ്ഞു. DGP ആണുള്ള മോഹം കൊണ്ട് അയാളെ ഇംപ്രസ് ചെയ്യാൻ പോയത് ഇത് അവസാനം കുരിശാവോ? വണ്ടിയടാ. ഇന്നത്തെ ദിവസം മോഹൻ, പുതിയ കാർ വാങ്ങി നീ? നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പീറ്റർ സാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എങ്ങോട്ടുമില്ല, ലീവാണെന്ന് എനിക്കറിയില്ലേ. എനിക്ക് തീരെ സുഖമില്ല. നിനക്കെന്താ അസുഖം? നിന്നെ കണ്ടിട്ട് യാതൊരു കുഴപ്പമില്ല. അത് ഒരു ഉൾപ്പനിയാ. വൈഫിനും തീരെ സുഖമില്ല. ഓ, വൈഫിനും തീരെ സുഖമില്ലേ? അത് ശരി, എന്നങ്ങനെ ആവട്ടെ. ഞാൻ പറഞ്ഞേക്കാം. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തത് പലതും നീ എനിക്ക് വേണ്ടി ചെയ്തു. ഈ ബാഗിലുള്ള പണം കണ്ടോ? ആവശ്യമുള്ളത് എടുത്തോളൂ. എത്ര എടുത്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ട, ഒന്നും വേണ്ട. ഇതിനോടുള്ള ആർത്തി കൊണ്ടാ ഞാനിങ്ങനെ ആയത്. എന്തിനാ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത്? കാരണം പോലും ചോദിക്കാതെ തന്ന പണം കൈനീട്ടി വാങ്ങിയത്. പറഞ്ഞ പോലെ എന്തെങ്കിലും നന്ദി ഞങ്ങളോട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, പ്ലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നെ സംശയിച്ച് ഈ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇനി എനിക്ക് പിടിച്ചേക്കാൻ കഴിയില്ല, പ്ലീസ്. ഇല്ല, ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ പോയിക്കോളാം. എനിക്ക് ഫോണൊന്ന് തരൂ, ഒരു കോള് വിളിക്കാൻ. അവനെവിടെ? അവൻ വരുന്നില്ല സാർ. വരുന്നില്ലെന്നോ? എന്താണെന്ന് എനിക്കറിയില്ല. അവന്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് സാർ. ആ സാർ വന്നില്ലെങ്കിൽ ആ സാറിനെ നമുക്ക് അങ്ങോട്ട് പോയി കാണാമല്ലോ. അയാൾ തന്നെ. ഇനി അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മുടെ അറിവിൽ ഇത് മൂന്നാമത്തെ കൊലപാതകം. ആദ്യം അബ്കാരി നാരായണൻ, പിന്നെ ഇപ്പതാ SI മോഹൻ ഐസക്കും ഭാര്യയും. അയാൾ ഇവിടെ ഉണ്ട്, ഇനിയും ഉണ്ടാകും എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ഐ തിങ്ക് യെസ്, become a psych, a maniac killer. ഇങ്ങനെയുള്ളവര് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിരിക്കും. സർ, there is another alarming factor.
നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. ചരിത്രം ആവർത്തിക്കുമോ? അങ്ങനെ സംശയമുണ്ടെങ്കിൽ CM-നോട് പരേഡിൽ പങ്കെടുക്കണ്ടെന്ന് പറയാം. റിസ്ക് എടുക്കണോ പെരുമാൾ? എടുക്കണം സാർ, എടുത്തേ പറ്റൂ. ഇനി അവനെ സഹിക്കാൻ പറ്റില്ല. ആരാ? എന്താ? ഞാൻ കുറെ നേരമായി പുഷ്പനെയും കാത്തിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആരാ? എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം? എനിക്കെല്ലാം അറിയാം. എനിക്ക് പുഷ്പന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? വാസുദേവൻ എന്താ വന്നത്? എന്നിട്ട് എന്താ പെട്ടെന്ന് തിരിച്ചു പോയത്? ഇനി പ്രോബ്ലം? അതൊന്നുമല്ല, CM-യുടെ പ്രോഗ്രാമിൽ ചെറിയൊരു ചേഞ്ച്. അത് പറയാൻ വേണ്ടി ആ പുള്ളി വന്നത്. എന്ത് ചേഞ്ച്? അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെന്റ് കണ്ടിട്ട് CM പരേഡ് ഗ്രൗണ്ടിൽ വരും. അത് പറയാനാണ് വാസുദേവൻ വന്നത്. അധികം നേരം ഒന്നും എടുക്കല്ല, മാക്സിമം ഹാഫ് ആൻ അവർ, അത്രയേ ഉള്ളൂ ഡിലേ. ശരിയല്ല സാർ, നമ്മളോട് ചോദിക്കാതെ CM-ന്റെ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്ത് ശരിയായില്ല. മിസ്റ്റർ പെരുമാൾ, എന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണിത്. 2 ദിവസം മുമ്പ് CM-ന്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയുടെ പ്രീമിയർ ഷോ കണ്ടിട്ടേ അദ്ദേഹം വരത്തുള്ളൂ. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. സാറ് പറയാൻ വിട്ടുപോയതും ഒട്ടും ശരിയായി. VG പോരാട്ട വീതിയിലെ അഗ്നിനക്ഷത്രം. 1926 ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ വില്ലിക്കുളത്ത് വീട്ടിൽ ഗോവിന്ദന്റെയും ദാക്ഷായണിയുടെയും 8 മക്കളിൽ 7-മനായാണ് VG സദാശിവൻ ജനിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷം മൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങി. അക്കാലത്ത് നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. ആരെയും കൂസാത്ത നേതൃപാടവവും അസാമാന്യമായ സംഘടനാ മികവും അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തിച്ചു.
സമരമുഖങ്ങളിലെ മുന്നണി പോരാളിയായിരുന്ന അദ്ദേഹം സഖാക്കൾക്കെന്നും പ്രിയപ്പെട്ട VG ആയിരുന്നു. നെയ്ത്തുകാരുടെയും കയർ, കശുവണ്ടി, ചെത്ത്, തോട്ടം തൊഴിലാളികളുടെയും സമരങ്ങൾ ഇതിലെടുത്തു പറയേണ്ടതാണ്. 1961 പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, തുടർന്ന് നടന്ന സംസ്ഥാന പാർട്ടി 1978 നടന്ന ചണ്ഡിഗഡ് സമ്മേളനം അദ്ദേഹത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തിച്ചു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് VG 2004 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാലപ്പുഴ മണ്ഡലത്തിൽ നിന്നും 16,843 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനവിധി നേടിയത്. പാർട്ടിയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ നിയമസഭയിൽ സർവസമ്മതനായ അന്വേഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. പ്രതിസന്ധിയിൽ തളരാത്ത മനസ്സും ശരീരവുമാണ് ഈ 84-കാരനെ ഇന്നും ജനമനസ്സിൽ ഒന്നാമതെത്തിക്കുന്നത്.
1 minute പെരുമാൾ. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് സാറിനോടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ? രണ്ടും ഒന്ന് തന്നെ ആയിരിക്കണം, എങ്കിലും സാറിന് ആദ്യം പറയും. ഇന്നലെ പെരേഡിന്റെ തൊട്ടു മുമ്പാണ് സിഎംയുടെ പ്രോഗ്രാം ചേഞ്ച്. ഡോക്യുമെന്ററിയുടെ പ്രീമിയർ നമ്മളെ പോലെ അറിയുന്നത്. പക്ഷെ അതിന് അത്രയോ മുൻപേ കില്ലർ ഈ പ്രോഗ്രാം അറിഞ്ഞിരിക്കുന്നു. തുടർന്ന് തിയേറ്ററിൽ എത്തുകയും എല്ലാ സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ആരാ ഇത്രയും രഹസ്യമായ ഈ ഇൻഫർമേഷൻ കില്ലർക്ക് പാസ് ചെയ്തത്? ടെൽ മീ. സാറ് പറഞ്ഞത് മുഴുവൻ ശരിയല്ല. നമുക്ക് മുൻപേ DGP ഇന്റലിജൻസ് ശ്രീനിവാസൻ സാറിന് അറിയാമായിരുന്നു. അദ്ദേഹം പറയാൻ മറന്നാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആ കാരണത്തെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. What? He's in my custody. ഒന്നും മനസ്സിലാവുന്നില്ല പെരുമാൾ. I'm so upset. കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോൾ സാർ ഇനി അപ്സെറ്റ് ആകും. ബി പ്രിപ്പയർഡ്. കില്ലർക്ക് CMന്റെ തിയേറ്റർ പ്രോഗ്രാം പാസ് ചെയ്തത് ഇയാളാണ്. ഇന്ന് രാവിലെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അത്ഭുതം പോലെ വീണ് കിട്ടിയതൊന്നുമല്ല സഖാവിനെതിരായിട്ടുള്ള തെളിവുകൾ. സംശയമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ലോട്ടറി മാഫിയെ വഴിവിട്ട് സഹായിച്ചതിന്റെ പ്രത്യുപകാരമായിട്ട് കണ്ണൻ വാസുദേവന്റെ മക്കളുടെ NRI അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് കോടികളാ. അതിനും തെളിവൊക്കെ ലഭിച്ചിട്ടുണ്ട്. He misused his power and CM's office for his own benefits. ഒരുപക്ഷെ കേരളത്തിന് വെളിയിലുള്ള ഏറ്റവും വലിയ ലാൻഡ് മാഫിയ ഇയാളുടെ ബിനാമികളുടെ പേരിലായിരിക്കും. ഇതൊക്കെ പെരുമാളിനെ എങ്ങനെ മനസ്സിലായി? ഒറ്റയടിക്ക് മനസ്സിലാക്കിയതല്ല സർ, പലപ്പോഴായിട്ട് മനസ്സിലായതാണ്. എന്റെ പുറകെ ഒരു ഫോളോവർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നേ നമ്മുടെ കോർ കമ്മിറ്റിയിലുള്ള എല്ലാവരുടെയും ഫോൺ കോൾസ് ഞാൻ ട്രേസ് ചെയ്തിരുന്നു. കൂട്ടത്തിൽ സഖാവ് വാസുദേവന്റെ. കണ്ണൻ സെൽവന്റെ ഫോൺ നമ്പറുകൾ പലതും ഇയാളുടെ കോൾ ലിസ്റ്റ് കണ്ടപ്പോൾ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ CMനോട് അങ്ങനെ പറഞ്ഞത്. ചില സംശയങ്ങളില്ലാതില്ല. ആ സംശയങ്ങളെല്ലാം സത്യമായി തീർന്നാൽ അത് അങ്ങേക്കത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമായിരിക്കില്ല. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ സർ. ആ സംശയങ്ങൾ ഒന്നുകൂടെ ബലപ്പെട്ടത് പാർട്ടി സെക്രട്ടറി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്. CM ഒരാളെ വിശ്വസിച്ചാൽ അന്ധമായി വിശ്വസിക്കും, ഇല്ലെങ്കിൽ നേരെ മറിച്ചും. സഖാവ് വാസുദേവൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുള്ള ആള് തന്നെയാ. പക്ഷെ ഈയിടെ അയാളെ കുറിച്ച് അവിടെ ഇവിടെയും ചിലതൊക്കെ കേൾക്കുന്നു. പെരുമാളിന്റെ അന്വേഷണത്തിനിടയിൽ ഇതും കൂടി ഓർമ്മയിൽ ഉണ്ടാവണം. ആ സംശയങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു കൊല്ലപ്പെട്ട SI മോഹൻ ഐസക്കിന്റെ ഫോണിൽ നിന്നും ആഗസ്റ്റ് 13-ാം തീയതി സഖാവിന് വന്ന ഫോൺ കോൾസൂടെ കണ്ടപ്പോൾ. നിങ്ങളും കണ്ണനും തമ്മിൽ നല്ലതുപോലെ അറിയാം എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ പറയും വാസുദേവൻ, പ്രോഗ്രാമല്ല. ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇനി പറയും. എനിക്ക് കൈനിറയെ പണം തന്ന അബ്കാരി നാരായണൻ, ഇവിടെ എന്നെ ഒരുപാട് സഹായിച്ച SI മോഹൻ ഐസക്, രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും എനിക്ക് തന്നെക്കാൾ വേണ്ടപ്പെട്ടവർ. എന്നിട്ടും വാസുദേവൻ, പ്രോഗ്രാമല്ല, എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയും. എന്റെ എല്ലാ ധൈര്യവും അവസാനിച്ചു. പിന്നീട് അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാഫിയകൾക്കൊപ്പം അല്ലെങ്കിൽ മാഫിയേക്കാൾ കൂടുതൽ CMന്റെ മരണം ഇയാളും ആഗ്രഹിച്ചിരുന്നു അല്ലേ? ഭ്രാന്ത് പറയരുത്. മറ്റൊരു തരത്തിൽ ഞാനിപ്പോ കുറ്റവാളിയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കരുത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ഞാൻ കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്തു. അവിടെ നിന്നായിക്കോട്ടെ ഇൻട്രസ്റ്റിംഗ് എവിഡൻസ്, എ ഡയലോഗ്. ഇയാളുമായി കണ്ണൻ നടത്തിയ സംഭാഷണം കണ്ണൻ തന്നെ റെക്കോർഡ് ചെയ്തു. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് കരുതി. ഇത് കണ്ണനും നിങ്ങളും തമ്മിൽ നടത്തിയ സംഭാഷണമല്ലേ? എന്തായി കാര്യങ്ങൾ? ഇത് നിങ്ങളുടെ ശബ്ദമല്ലേ? കേട്ടിട്ട് പറ, വായ്പഴ പറ്റിയാണെന്ന്. ഞാൻ പോലും അറിയാതെ കിഴവൻ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് പൂർത്തിയായാൽ നമ്മളൊക്കെ തൊലയും. എങ്ങനെ പഴുതുണ്ടാക്കി നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും കിഴവൻ വിടില്ല. എന്റെ ഭാവി അതോടെ തീരും, ഉറപ്പാ. ആരുടെ ഭാഗ്യവും? എൻക്വയറി നടത്തിയ കൃഷ്ണമൂർത്തി മരിച്ചു. ഇനി അതറിയാവുന്ന ഒരേ ഒരാൾ. നീ ആലോചിച്ച് ചെയ്യേ. മനസ്സിലായി സാർ. പാർട്ടിയും പാർട്ടി സഖാക്കളുമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ തത്വസംഹിതയിൽ നിന്ന് പണവും പണം തരുന്നവനുമാണ് ഏറ്റവും വലുതെന്ന ഒറ്റുകാരന്റെ മാനസികാവസ്ഥയിലേക്ക് തരം താഴ്ന്നു. ഈ വിവരങ്ങളൊക്കെ CMനെ അറിയിക്കണ്ടേ? ഇപ്പൊ ഇവിടെ നടന്നൊഴിച്ച് ബാക്കി എല്ലാം അദ്ദേഹത്തിന് അറിയാം. നാളെ രാവിലെ ഓഫീസ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
കൃഷ്ണമൂർത്തി സാറിന്റെ വിജിലൻസിന്റെ ഫയൽ തരാൻ. Yep, that's fine. Well done, Perumal. Thanks, sir. Thank you so much. The whole department is proud of you.